പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചിന്താവിഷയമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സംസാരിക്കേണ്ടി വരുവാനായിട്ടുള്ള കാരണം, ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് വാഴക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചിന്തയുള്ള വളരെയധികം ഈ ലോകത്തിലെ മനുഷ്യരുണ്ട്. എന്നാൽ ദൈവത്തെയോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെക്കുറിച്ചോ തെല്ലും വിവരമില്ലാത്തവർ തന്നെയാണ് ഇവരെന്ന് ഞാൻ പറയേണ്ടതായി വരുന്നു. മേൽപ്പറഞ്ഞ വാക്ക് ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന പ്രസക്ത ഭാവമാണ് ഞാൻ വിവരിച്ചത്. മനുഷ്യരായ നാം വളരെയധികം പരിമിതികൾ ഉള്ളവരാകയാൽ ഭൂമി സ്വയം കറങ്ങുന്നത് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഭൂമി കറങ്ങുന്നു എന്നത് സത്യമാണ്. ഭൂമി കറങ്ങുന്നത് മനസ്സിലാക്കുവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വളരെയധികം പരിമിതി ഉണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ അറിയണമെങ്കിൽ ഭൂമിയിൽ ദൈവമെന്ന ശക്തി ഓരോ സെക്കൻഡിലും പ്രവർത്തിക്കുമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ആന്തരീയ ഇന്ദ്രിയങ്ങൾ തുറന്നു ലഭിക്കുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ സാധിക്കൂ. അതിന് ദൈവമെന്ന ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ബന്ധം നിലനിർത്തുകയും ചെയ്യണം. ഈ ലോകത്ത് മനുഷ്യൻ ഭരണം നടത്തുമ്പോൾ അവന് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ പറയുന്നത് നാം ചെയ്യേണ്ടി വരും. അല്ലെങ്കിലുള്ള അവസ്ഥ നാം ഈ ചുറ്റുപാട് നമ്മൾ കാണുന്നുവല്ലോ. എന്നാൽ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ പ്രത്യേകത, അരൂപിയിലുള്ള മാലാഹമാർക്കും ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യർക്കും അവർക്ക് എന്തും തീരുമാനിക്കാം. അവർക്ക് ദൈവം തടസ്സം നിൽക്കുന്നില്ല. അവർക്ക് നന്മയിലേക്കോ തിന്മയിലേക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ദൈവം നമുക്ക് വഴി പറഞ്ഞു തരുന്നുണ്ട് സുവിശേഷത്തിലൂടെ. നാം എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണമെന്ന്. എന്തെന്നാൽ നാം ആരും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത്. നാം ആഗ്രഹിച്ച പോലെ തന്നെയാണോ ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ആഗ്രഹിക്കുന്ന പോലെ തന്നെ അല്ല. അതിനേക്കാൾ ഉപരി ഈ ലോകത്ത് നിന്ന് നാം ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നാം ആഗ്രഹിച്ചിട്ടാണോ ഈ പോകുന്നത്? ഈ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതമാണ് ഈ ലോകത്ത് നാം ജനിക്കുന്നതും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് നമ്മളെ ശക്തരാക്കുന്നതും. അങ്ങനെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ എത്തി ദൈവത്തിൽ ആനന്ദിക്കുവാനുള്ള അവസരമാണ് ഈ ലോകത്തിലൂടെ നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കാം. ഒന്നും ചെയ്യാത്ത ദൈവം എന്ന് പറയുമ്പോൾ അതൊരു വിഡിത്തമല്ലേ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോകുന്നു. പ്രപഞ്ചത്തിൽ നാം ഒന്നുമല്ല. പ്രപഞ്ചത്തെ നമുക്ക് കീഴടക്കാൻ സാധിച്ചുവോ?
ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം ഞാനുമായിട്ട് വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സഫാരി ചാനൽ തുടങ്ങുന്നതിന് മുമ്പ്, അതിൻ്റെ ട്രാൻസ്മിഷൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ TV ചാനലെ ഞാൻ വളരെയധികം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇത് വളരെ സന്തോഷം ലഭിച്ചിട്ടുള്ള ഇന്നും എല്ലാ ദിനവും ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു ചാനലാണ് സഫാരി ചാനൽ. അദ്ദേഹത്തെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിലൂടെ ഈ ലോകത്ത് വളരെയധികം മാറ്റങ്ങൾ നൽകുവാനായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തെ പോലെയുള്ളവർ നമ്മുടെ ഭരണകർത്താക്കളായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ എത്തിച്ചേരും. ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും സുരക്ഷിതവും സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ടുള്ള അത്രക്കധികം അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ടൂറിസത്തിലായാലും എത്തിക്സിലായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ലോകത്തെ കണ്ടു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അത് സമൃദ്ധിയിലേക്കും അഭിവൃദ്ധിയിലേക്കും അതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇന്ന് ഈയിടെ ദുബായിൽ ഉണ്ടായിരുന്ന ഫ്ലഡ്, എത്രയോ പേര് അതിലൂടെ കഷ്ടപ്പെട്ടു. നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കാത്ത അത്ര കാര്യങ്ങളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിലെ ഏതാനും ഭാഗങ്ങളെ കുറിച്ചിട്ട് മാത്രം, ഭൂമിയുടെ അന്തർഭാഗങ്ങളിലെ കുറിച്ചിട്ട് നമുക്ക് ഇന്നും അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഭൂമി എന്ന ഗ്രഹം, സൂര്യൻ്റെ ഗ്രഹം, സൂര്യനെ ചുറ്റുന്ന ഈ ഗ്രഹത്തിലെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സൂര്യൻ്റെ നക്ഷത്രം, കോടാനുകോടി നക്ഷത്രങ്ങൾ ഉള്ള ഈ പ്രപഞ്ചത്തിൽ അതിലെ ഏറ്റവും ചെറിയ കണികയായ ഈ ഭൂമിയിൽ അതിൽ വസിക്കുന്ന നാം എന്താണ്? ഒരു സൂക്ഷ്മാണുവിൻ്റെ പോലും മഹത്വം നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം അത് സൃഷ്ടാവിൻ്റെ കഴിവാണ്. ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൃഷ്ടാവ് ഉണ്ടാവും. തീർച്ചയായിട്ടും നാം ദൈവത്തിൻ്റെ കീഴിലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഓട് ചേർന്നുള്ള ആനന്ദത്തിൽ പങ്കാളികളാകുവാനായിട്ടാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് ചോയ്സ് തന്നിട്ടുണ്ട്. നിനക്ക് തിന്മയിലേക്കോ നന്മയിലേക്കോ എത്തിച്ചേരുവാനായിട്ട് നിന്റെ ഇഷ്ടമാണ്. ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. വിജ്ഞാനം എന്നാൽ ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള അറിവ് മാത്രമാണ്. എന്നാൽ ജ്ഞാനം അത് സ്വർഗീയമാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ്. ഇവിടെ യേശുക്രിസ്തു വന്നിട്ട് നിങ്ങൾക്ക് കോൺക്രീറ്റ് ബിൽഡിംഗ് തരാമെന്നോ അല്ലെങ്കിൽ ഈ ലോകത്ത് അത് തരാമെന്നോ ഇത് തരാമെന്നോ ഒന്നുമല്ല യേശു നമ്മളെ അറിയിച്ചത്. ദൈവത്തിൻ്റെ പുത്രനായ യേശു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്കായി ഞാൻ ഒരിടം സജ്ജമാക്കുന്നു. ആ ഇടം സജ്ജമായി കഴിഞ്ഞാൽ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടാവായ ദൈവം നമ്മളെ
സൃഷ്ടിച്ചത് ഈ ലോകത്തിന് വേണ്ടിയല്ല. എന്നാൽ ഈ ലോകത്തുള്ള പല കാര്യങ്ങളും നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഒരു ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തി ആ സുവിശേഷത്തിലൂടെ മറ്റുള്ളവരിലേക്കും ആ നല്ല വിശേഷം എത്തിക്കുക എന്നതാണ് ദൗത്യം. ആ ദൗത്യമാണ് ഞാനിപ്പോൾ നിറവേറ്റുന്നത്. ആരെയും ഞാൻ കുറ്റപ്പെടുത്താനോ ആരെയെങ്കിലും കുറിച്ച് ആരോപണം ചെയ്യാനോ ഒന്നുമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അത് പിതാവായ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്ത് പല രാജ്യങ്ങളിലും സഞ്ചരിക്കുവാൻ എനിക്കും ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അവസരങ്ങളെ ഓർത്ത് ഞാൻ നന്ദി അർപ്പിക്കുവാനാണ് എൻ്റെ ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം ഞാൻ ഈ ലോകത്ത് നേടിയതെല്ലാം ഇവിടെ ഇട്ടുപേക്ഷിച്ച് ഞാൻ പോകേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അറിയാം. പിന്നെ എന്നോടൊപ്പം എൻ്റെ ജീവിതം തിരിച്ചു പോകുമ്പോൾ എന്നോട് കൂടെ ഈ ശരീരം ഉണ്ടാകുന്നില്ല, എൻ്റെ ആത്മാവ് മാത്രം. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് ദുഷ്പ്രേരണ നൽകി മറ്റു ജനതകളെയും കൂടി ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ഒരവസ്ഥ ഒരിക്കലും നമ്മളിലൂടെ ഉണ്ടാകുവാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ ഓരോ അവസ്ഥകളെ കുറിച്ചിട്ടും ചിന്തിച്ചു കഴിയുമ്പോൾ ഇന്ന് അദ്ദേഹം നിൽക്കുന്നത് ലോക ജനങ്ങളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ രാഷ്ട്രീയവും മതവും ഒന്നുമില്ല. എന്നാൽ നമുക്കൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിൻ്റെ ദൈവമാണെന്നും നാം പറയുമ്പോൾ ഈ ഓരോ നിമിഷവും നമുക്കായിട്ട് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന കരുണയെ ഓർക്കുവാനുള്ള അവസരമാണ്. ഈ ഭൂമി കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സ്പീഡിലാണെന്ന് നമുക്കറിയാമോ? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കും. സയൻസ്, ഈ സയൻസ് തന്നെ പറയുന്നത് ലോകത്തിന്റെ അവസാനം 5 പ്രാവശ്യം നടന്നു കഴിഞ്ഞു എന്നുള്ളത്. 92% വരെ ലോകം അവസാനിച്ചത്. വീണ്ടും ഈ സൃഷ്ടി പരമ്പര നടക്കുന്നത് അതിനൊരു സൃഷ്ടാവ് ഉണ്ടായിട്ട് തന്നെയാണ്. ഇപ്പോൾ സയൻസ് പറയുന്നത് എന്താണ്? ഈ ദശകത്തിൽ തന്നെ ലോകത്ത് ഒരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു, അവസാനം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് സയൻസ് പറയുന്നത്. ഞാൻ ബൈബിളിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്, ബൈബിളിൽ ഇതിനെ കുറിച്ചിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സയൻസ്. അതെ, ഈ ദശകം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. അപ്പം നാം ഒരുങ്ങാനായിട്ട് കിട്ടുന്ന അവസരങ്ങളാണ്, നന്ദി അർപ്പിക്കുവാനുള്ള അവസരങ്ങളാണ്. അത് വചനത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. കർത്താവായ യേശു 10 രോഗികളെ സുഖപ്പെടുത്തിയ ശേഷം നന്ദി അർപ്പിക്കുവാനായിട്ട് യേശുവിൻ്റെ പക്കലേക്ക് ചെന്നത് വിജാതീയനായ ഒരു രോഗി മാത്രമായിരുന്നു. അപ്പോൾ നാം ഈ കിട്ടിയ അവസരങ്ങളിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. ഈ ലോകം അങ്ങനെയാണ്. പ്രലോഭനം നമുക്ക് ധാരാളം വരാം. ഈ ലോകം അങ്ങനെയാണ്. തീർച്ചയായിട്ടും ആത്മാവിനാൽ, ദൈവാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം നമ്മളിൽ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ സാധിക്കും.
ഓരോ വ്യക്തികൾക്കും ഓരോ ധാരണകളുണ്ട്. എല്ലാം നേടിക്കഴിയുമ്പോൾ അത് എൻ്റെ കഴിവുകൊണ്ട് നേടിയാണെന്നുള്ള അഹങ്കാരം നമ്മളിൽ വരും. ചിലവര് എത്ര ലഭിച്ചാലും അത് പ്രകൃതി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഒരു തെങ്ങിൽ അല്ലെങ്കിൽ ഒരു മാവിൽ ഫലങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങുമ്പോൾ ആ ഫലം നമ്മൾ ആപേക്ഷിക സിദ്ധാന്തം എന്നൊക്കെ പറയുമെങ്കിലും ആ പ്രകൃതിയെ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കാറുള്ളത്. അതിൽ പൂക്കുലകൾ ഉണ്ടാകുമ്പോൾ പൂക്കുലകൾ മുകളിലേക്ക് ആയിരിക്കും. എന്നാൽ അതിൽ കായ്കനികൾ ഉണ്ടാവുമ്പോൾ അത് പതുക്കെ പതുക്കെ താഴേക്ക് കുനിയുന്നു, ചായുന്നു. എന്നിട്ടും ഫലങ്ങൾ പറിക്കാനാണെങ്കിൽ താഴേക്ക് എത്തിച്ചു കൊടുക്കുന്നു, ഭൂമിയിലേക്ക് വീഴുന്നു. നമ്മളതിനെ സയൻസ് പരമായിട്ട് നോക്കുമ്പോഴും ഇതിൻ്റെ എഫക്റ്റ് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ലോകത്ത് വളരെയധികം സമ്പന്നരും വളരെയധികം ലോകസഞ്ചാരികളും വളരെയധികം സുവിശേഷകരും, അങ്ങനെ ഈ ലോകം പല പല വിധത്തിലുള്ള വൈവിധ്യങ്ങളായിട്ട് മൂവ് ചെയ്യുന്നതിനുള്ള കാരണം എല്ലാത്തിൻ്റെയും പിറകിൽ ദൈവമെന്ന ശക്തി ഉണ്ട് എന്നുള്ളതാണ്. നാം കരുതും ഈ ലോകത്ത് മഹാമാരികൾ അത് ദുഷ്ടന്റെ പ്രവർത്തനമാണ്. അല്ല, കർത്താവിൻ്റെ പ്രവർത്തനം തന്നെ. പലതും ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കാൻ കിടക്കുന്നുണ്ട്. അത് നല്ലതുമാകാം മോശവുമാകാം. അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് കഴിവുകൾ ഉണ്ടായിട്ടല്ലായിരുന്നു. അവർ എണ്ണത്തിൽ വളരെ ചുരുക്കവും ഒന്നുമില്ലാത്ത വ്യക്തികളുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിനെ ആരാധിക്കുവാനായിട്ട് ആ ജനതയെ മോശയിലൂടെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തെ നമുക്ക് കാണാം. അവിടെയെല്ലാം ദൈവം ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ട് അവരെ കൊണ്ടുപോരുമ്പോഴും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ജനത്തെയാണ് കാണുന്നത്. അങ്ങനെ വെറും 30 ദിവസം കൊണ്ട് കാനാൻ ദേശത്തേക്ക് എത്തേണ്ടതായ ഈ ജനത 40 വർഷത്തോളം മരുഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടതായി വന്നു. കൂടാതെ അന്ന് അവിടെ നിന്ന് പുറപ്പെട്ട വ്യക്തികളിൽ പലർക്കും എന്നല്ല, അന്ന് ജനിച്ച് അവിടെ നിന്ന് പോകുന്നതിനായ എല്ലാ ജനത്തിനും എത്തിച്ചേരുവാൻ സാധിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ കരുണയോടൊപ്പം ദൈവത്തിൻ്റെ ക്രോധവുമുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. ദ വ്രോത്ത് ഓഫ് ഗോഡ്, നാം എന്ത് നന്മ ചെയ്തു കഴിഞ്ഞാലും തിന്മ ചെയ്തു കഴിഞ്ഞാലും അതറിയുന്ന സൃഷ്ടാവായ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നുള്ള സത്യം മറക്കാതെ ഈ ലോകത്ത് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു സത്യമാണിത്. ഈ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന പല വ്യക്തികളും അവരുടെ അവസാന സമയത്ത് അവർ ദൈവത്തെ വിളിച്ചിട്ട് പോയിരിക്കുന്നത്. എന്നാൽ അവർ ദുഷ്പ്രേരണ നൽകിയതിൻ്റെതായ പ്രയാസങ്ങളിൽ അവര് സ്വർഗീയ രാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യമല്ല. അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ ഓരോ സംഭാഷണങ്ങളും ചിന്തയിലുമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചേരുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മളിൽ ഇത്രയും നാളും നൽകിയ ദൈവ കരുണയെ ഓർത്തും
മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുവാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ബ്രദർ തോമസ് ജോർജ്